ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ചെറിയ മോർണിംഗ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഇതാ എണീറ്റ് 6 മണിയായിട്ടുണ്ട്. എണീറ്റ് നോക്കി ഇതാ രാവിലെ ചെറിയ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ നേര് ഫ്രണ്ട് ഫുള്ള് വയലാണ്. അപ്പോൾ അതായത് ഒരു സൈഡ് ഫുള്ളും വയലാണ്. നമ്മുടെ വീടിൻ്റെ സൈഡ് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ വയലെന്ന് പറഞ്ഞാൽ വാഴകളും കപ്പയും അങ്ങനെ ഇടവിള കൃഷി പോലെ ഇങ്ങനെ ഫുള്ള് വയലാണ്. രാവിലെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ നമ്മുടെ വീട്ടിലെ ചെടികളും കാര്യങ്ങളും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ ചെടിയുടെ വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ കാഴ്ച. ചെറിയ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ. അപ്പോൾ ചെടികൾ മാത്രമല്ല, ഇതിലൂടെ ഞാൻ നമ്മുടെ വീട്ടിലെ 2-3 അതിഥികളെയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിൽ വേറെ ആരുമല്ല, നമ്മുടെ വീട്ടിലെ കുഞ്ഞു കിളികൾ 4-5 പേരുണ്ടായിരുന്നതാണ്. പക്ഷേ എന്താണെന്നറിയില്ല, നമ്മളെവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ അത് കൂട്ടിലിങ്ങനെ ചത്ത് കിടക്കും, പിന്നെ കാണാനില്ലാതാവും. അപ്പോൾ എന്തോ പിടിക്കുന്നതായിരിക്കും, അറിയില്ല. അപ്പോൾ ഇപ്പോൾ 2 മാത്രമാണുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഫിഷ് ടാങ്കിൽ കുറേ ഫിഷുകളുണ്ട്, കുഞ്ഞു കുഞ്ഞു ഫിഷുകളുണ്ട്. എനിക്കിതിൻ്റെ പേരുകളൊന്നും അറിയില്ല. അങ്ങനെ അതും വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ കുറച്ച് ചെടിക്കുള്ള വിത്തുകളൊക്കെ വാങ്ങി നമ്മൾ കുറച്ച് കവറിലൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിലെ അടുക്കളയുടെ ബാക്ക് സൈഡിൽ ഇതുപോലെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം ഇച്ചിരി ഒന്ന് പൊടിച്ച് നന്നായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ബാക്കിലോട്ടൊന്ന് നോക്കിയപ്പോൾ അതിരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോസും എടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾ നട്ടു വച്ചിരിക്കുന്ന ചെടികൾ. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, വേറെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അത് വേറൊന്നുമല്ല, കുറച്ച് കീര, പിന്നെ പയറുണ്ട്, അല്ലാതെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. വിത്ത് വച്ചത് മാത്രമേ അറിയാവൂ, ഏതൊക്കെയാണെന്ന് എന്തെന്നാണെന്നതൊക്കെ മറന്നുപോയി. ഏതൊക്കെ ചാക്കിൽ ഏതൊക്കെയാണ് നട്ടതെന്നൊന്നും ഒരു പിടിയുമില്ല. അപ്പോൾ അടുത്തത് നമുക്കിനി നേരെ ഒന്നും വൈകണ്ട, കിച്ചണിലോട്ട് പോകാം.
അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തി മുട്ടക്കറി അങ്ങനെ അത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഇപ്പോൾ മോൻ്റെ ലഞ്ച് ബോക്സിൽ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് മോൻ 1-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവന് എല്ലാം പാക്ക് ചെയ്ത് രാവിലെ തന്നെ പാക്ക് ചെയ്ത് എല്ലാം കിറ്റിലാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ അവനെ ചെന്ന് വിളിച്ചുണർത്താറുള്ളത്. അപ്പോൾ സ്നാക്സും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്ത് കിറ്റിലാക്കി വെള്ളവും എല്ലാം കിറ്റിലാക്കി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അവനെ ചെന്ന് വിളിച്ചുണർത്തണം. രാവിലെ എഴുന്നേൽക്കാൻ നല്ല മടിയാണ്. പക്ഷേ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ അവൻ കറക്റ്റ് എന്നും തന്നെത്താനെ എണീറ്റ് പല്ല് തേക്കും. നേരത്തെ എണീറ്റ് പല്ല് തേച്ച് ഇരിക്കും. പക്ഷേ സ്കൂളുള്ള ദിവസങ്ങളിൽ അവൻ ഞാൻ ചെന്ന് 100 വിളി വിളിച്ചാൽ മാത്രമാണ് അവൻ ഇരിക്കുന്നത്. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോഴത്തേക്ക് അവൻ എണീറ്റ് വിളിച്ചപ്പോഴത്തേക്ക് എണീറ്റ് ചെന്ന് രാവിലെ ഭയങ്കര മടിയാണ്. അപ്പോൾ അത് വിളിച്ചുണർത്തി എണ്ണയൊക്കെ സ്വയം എല്ലാം ചെയ്യാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് നിൻ്റെ വീഡിയോ എടുക്കാം, അതുകൊണ്ട് നീ സ്വന്തമായിട്ട് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോൾ ഭയങ്കര ആത്മാർത്ഥതയാണ് എല്ലാ കാര്യങ്ങളിലും. അങ്ങനെ എണ്ണയും തേച്ച് തോർത്തൊക്കെ എടുത്ത് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആശാനും ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പല്ലൊക്കെ തേച്ച് അവൻ എല്ലാം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൻ വന്ന് ഡ്രസ്സൊക്കെ ഇടും. അപ്പോൾ ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട് അവർക്ക് വെനസ്ഡേ യൂണിഫോമാണ് ഇടാനുള്ളത്. അപ്പോൾ ഇവിടെ സരസ്വതി വിദ്യാലയ സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്. അപ്പോൾ യൂണിഫോമും കാര്യങ്ങളൊക്കെ അതൊക്കെ സ്വയം ഇടും അവൻ. എന്നാലും ഈ ഇച്ചിരി ഇഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. അതൊക്കെ ഞാൻ ഒന്ന് ശരിയാക്കി കൊടുക്കും. അങ്ങനെ അവൻ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. പിന്നെ മേക്കപ്പിലാണ് അടുത്ത സെക്ഷൻ കിടക്കുന്നത്. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് വേറൊന്നുമില്ല, ഇച്ചിരി പൗഡറും ഇച്ചിരി കുറിയും എന്നും മസ്റ്റായിട്ടൊരു കുറിയുണ്ട് അവന്. അത് ഒരു എന്താ സ്കൂളിൽ പോയി അന്ന് തൊട്ട് LKG മുതൽ ഇപ്പോൾ വരെയും അവ കുറി എന്നും ഇടാറുണ്ട്. അങ്ങനെ കുറിയും ഇട്ട് സ്വന്തമായിട്ട് ഇടും. പക്ഷേ സ്വന്തമായിട്ട് ഇടുന്ന സമയത്തൊക്കെ അവൻ നല്ല നെറ്റി ഒരു നിറഞ്ഞ് നിൽക്കുന്ന കണക്കിനാണ് കുറി ഇടുന്നത്. അപ്പോൾ അതെനിക്കിഷ്ടമില്ല അങ്ങനെ ഇടുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ ഇട്ട് കൊടുക്കും. പിന്നെ തലയൊക്കെ ചീകി ആൾ റെഡിയായിട്ടുണ്ട്. ഇനി അവന് കാപ്പി കൊടുക്കണം. പിന്നെ സ്പ്രേ അടിക്കണം കേട്ടോ. അവന് എന്നും സ്പ്രേ വേണം. അപ്പോൾ ഇവിടെ നമുക്ക് എൻ്റെ ചേട്ടന് ഫുൾ പൈസയും തീരുന്നത് സ്പ്രേ വാങ്ങിയാണ്. ഇവനെന്നും സ്പ്രേ വേണം. അപ്പോൾ അതാ അടുത്ത് കാശിക്കുട്ടനും എണീറ്റിട്ടുണ്ട്. കാശിക്കുട്ടൻ എന്നും ചേട്ടൻ എണീക്കുന്നതിന് മുമ്പേ തന്നെ എണീക്കും. രാവിലെ എണീറ്റ് പക്ഷേ ഇന്നെന്തോ ഇന്നിത്തിരി താമസിച്ച് പോയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ രാവിലെ അവന് കാപ്പി കൊടുക്കുന്ന സമയത്ത് തന്നെ അവനും വന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിക്കും. അപ്പോൾ അവന് ചപ്പാത്തി മുട്ടക്കറി. ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ 2 മുട്ട മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാശിക്കുട്ടന് വേണ്ടിയായിരുന്നു. അവന് ഈ എരിയിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവന് വേണ്ടിയുള്ള മുട്ട ഞാൻ മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ അതിനെ ഞാൻ എടുത്ത് അവന് കൊടുത്തു. അതിൽ അകത്തുള്ള ആ ഒരു മഞ്ഞയുടെ ഇത് അവൻ കഴിക്കില്ല. അപ്പോൾ ആ വെള്ള മാത്രമാണ് കഴിക്കുന്നത്. അപ്പോൾ അത് മാത്രം അവനെ ഇളക്കി വെച്ചിട്ട് കൊടുത്തു. മോനും കൊടുത്തു. അപ്പോൾ അവന് ഇനിയിപ്പോൾ 8:30 ആകുമ്പോഴത്തേക്കും ഇവിടെ വാന് വരും. അങ്ങനെ നമ്മുടെ വീടിൻ്റെ മേളിലാണ് വാൻ വരുന്നത്. അവനെ കയറ്റി വിടണം. പിന്നെ കാശിക്കുട്ടൻ നഴ്സറി പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു ദിവസം ഞാൻ കാശിക്കുട്ടൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.